കൈക്കൂലി വാങ്ങുന്നതിനിടെ കണ്ണൂർ തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ് വിജിലൻസ് പിടിയിൽ. പടക്കക്കടയ്ക്ക് ലൈസൻസ് പുതുക്കുന്നതിനായി കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു പിടിയിലായത്. സന്തോഷുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, എപ്പോഴാണ് ഇദ്ദേഹം പിടിയിലായത്? സമഗ്ര വിവരങ്ങൾ എങ്ങനെയാണ്? അസിത, അല്പസമയം മുമ്പ് കല്യാശ്ശേരിയിലെ വീട്ടിൽ വെച്ച് കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് കണ്ണൂർ തഹസിൽദാർ ഇപ്പോൾ ഈ വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത്. കണ്ണൂർ തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസിനെയാണ് കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പി സുരേഷ് ബാബു അറസ്റ്റ് ചെയ്തത്. പടക്കക്കടയുടെ ലൈസൻസ് പുതുക്കുന്നതിനായി ഈ തഹസിൽദാർ 3000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. രേഖകളെല്ലാം സമർപ്പിച്ചിട്ടും ലൈസൻസ് പുതുക്കി നൽകാതെ ഈ പടക്കക്കട ഉടമയെ പലതവണ ബുദ്ധിമുട്ടിച്ചു. പിന്നീട് ഇത് പുതുക്കി നൽകണമെങ്കിൽ 3000 രൂപ കൈക്കൂലി നൽകണം എന്നാവശ്യപ്പെടുകയായിരുന്നു. ഇത് ഈ പടക്കക്കട ഉടമ ഈ വിജിലൻസിനെ അറിയിച്ചു. വിജിലൻസ് നൽകിയ രാസവസ്തു പുരട്ടിയ പണം കല്യാശ്ശേരിയിലെ വീട്ടിൽ വെച്ച് കൈമാറുന്നതിനിടെയാണ് പിടികൂടിയത്. പടക്ക ലൈസൻസ് പുതുക്കുന്നതിന് തഹസിൽദാർ മറ്റ് നിരവധി പേരിൽ നിന്നും കൈക്കൂലി വാങ്ങിയതായുള്ള വിവരം വിജിലൻസിന് ലഭിച്ചിരുന്നു. നേരത്തെയും കല്യാശ്ശേരി വെച്ച് ഒരു തവണ ഇയാളെ കൈക്കൂലി വാങ്ങുന്നതിനെതിരെ വിജിലൻസ് പിടികൂടിയിരുന്നു. വിജിലൻസ് ഇൻസ്പെക്ടർ ഷാജി, SI-മാരായ ഗിരീഷ്, പ്രവീൺ, രാധാകൃഷ്ണൻ, ASI-മാരായ നിജേഷ്, ജയശ്രീ, SPO-മാരായ സജിത്ത്, ശ്രീജിത്ത്, ഷിജിത്ത് എന്നിവരുൾപ്പെട്ട സംഘമാണ് ഈ തഹസിൽദാരെ രാത്രി കല്യാശ്ശേരിയെ വീട്ടിൽ വെച്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അസിത, ശരി. കൈക്കൂലി വാങ്ങുന്നതിനിടെ കണ്ണൂർ തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ് വിജിലൻസ് പിടിയിലായി. വിവരങ്ങളാണ് സന്തോഷ് കണ്ണൂരിൽ നിന്ന് പങ്കുവച്ചത്.